ബാലകൃഷ്ണൻ എഴുതിയാണ്. ബാലകൃഷ്ണൻ ഒരു വെള്ളാളനാണോ എന്ന് എനിക്ക് തീർച്ചയില്ല. IAS അദ്ദേഹം തമിഴിലാണ് ആദ്യമായിട്ട് IAS എഴുതിയെടുത്തത്. രാമരാജ്യത്തെ ആവശ്യപ്രകാരം തമിഴിൽ IAS എഴുതിയെടുത്തതാണ്. അദ്ദേഹം ഒറീസയിലെ ചീഫ് സെക്രട്ടറി ആയിരുന്നു. ഇപ്പോൾ റിട്ടയർ ചെയ്തതിനു ശേഷം അവിടെ തുടരുകയാണ്. അദ്ദേഹം 2 തവണ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ ഡെപ്യൂട്ടി ഡയറക്ടർ. അപ്പൊ അദ്ദേഹത്തിന്റെ MA-യുടെ തീസിസ് സംഘകാല കൃതികളാണ്. അപ്പൊ ഈ സംഘകാല കൃതികളിലുള്ള മുഴുവൻ ആൾക്കാരുടെയും പേരാണ് എന്റെ ലാപ്ടോപ്പിലുണ്ട്. സംഘകാല കൃതികൾ എന്ന് പറഞ്ഞാൽ എനിക്ക് കൃത്യമാണ് 16 കൃതികളാണ്. ആ കൃതികളിലുള്ള മുഴുവൻ ആൾക്കാരുടെയും പേരുകൾ അദ്ദേഹത്തിന്റെ ലാപ്ടോപ്പിലുണ്ട്. രണ്ടാമത് അദ്ദേഹം ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്നുകൊണ്ട് ഇന്ത്യയിലുള്ള മുഴുവൻ വോട്ടവകാശമുള്ള ആളുകളുടെയും പേരുണ്ട്. മൂന്നാമത് അദ്ദേഹത്തിന്റെ ഇന്ത്യയിലുള്ള മുഴുവൻ സ്ഥലങ്ങളുടെയും പേരുണ്ട്. ലക്ഷക്കണക്കിന് പേരുകളാണ്. അപ്പൊ ഈ 3 പേരുകൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. അപ്പൊ പേരുകളെ സംബന്ധിച്ച ശാസ്ത്രമാണ് ഓണോമാസ്റ്റിക്സ് എന്ന് പറയും. ഓണോമാസ്റ്റിക്സ്. അപ്പൊ ഈ ഓണോമാസ്റ്റിക്സ് അനുസരിച്ചാണ് അദ്ദേഹം ഒരുപാട് കണ്ടെത്തലുകൾ നടത്തിയത്. ഓണോമാസ്റ്റിക്സ് സ്ഥലനാമം. ഉദാഹരണത്തിന് കാനം എന്ന് പറയുന്ന എന്റെ നാട് അന്ന് പാകിസ്ഥാനുള്ള ഒരു നാടാണ്. അവിടെ നിന്ന് ഇങ്ങനെ ഒരുപാട് കാനം വന്നു. അങ്ങനെയാണ് ഇവിടെ വളഞ്ഞ കാനം, മറ്റേ കാനം, 8 കാനം, 8 കാനം, ഇങ്ങനെ 100 കണക്കിന് കാനം വരാൻ കാരണം ഒറിജിനൽ കാനം പാകിസ്ഥാനിലാണ്. അത് സംഘകാല കൃതികളിലുള്ള ഒരു സ്ഥലനാമമാണ്. ഒരു വലിയ പൊരിഞ്ഞ യുദ്ധം നടന്ന സ്ഥലമാണ് കാനം. അതുപോലെ എൻ്റെ അമ്മയുടെ അല്ലെങ്കിൽ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും കല്ലൂർ രാമപുഴയുടെ കുടുംബ വീട്. കല്ലൂർ എന്ന് പറയുന്ന സ്ഥലവും അന്ന് ആലപ്പുഴയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഒരു കോറിഡോർ തന്നെയുണ്ട് അദ്ദേഹത്തിന്റെ പ്രകൃതി. അതായത് വടക്ക് ആലപ്പുഴയിൽ നിന്ന് നോർത്ത് ഇന്ത്യ, മധ്യ ഇന്ത്യ, സൗത്ത് ഇന്ത്യ, ഇങ്ങനെ കേരളത്തിലേക്ക് ഈ കല്ലൂരിലുള്ള പേരുകൾ എങ്ങനെ വന്നു നമുക്ക് കല്ലൂർ കോറിഡോർ എന്ന് പറഞ്ഞ ഇടനാഴി അദ്ദേഹത്തിന്റെ പുസ്തകത്തില് പോയിന്റ് ഔട്ട് ചെയ്യുന്നു. ഇങ്ങനെ ഒരുപാട് പേരുകൾ വെച്ചിട്ട് അദ്ദേഹം കണ്ടെത്തിയതാണ് നമ്മളെല്ലാം പണ്ട് നമ്മൾ പറഞ്ഞ നമ്മൾ പുതിയ വെള്ളാളം എന്ന് പറയുന്ന ജനസമൂഹം ഹാരപ്പയിൽ നിന്ന് കുടിയേറിയവരാണ്. ഏത് കാലഘട്ടത്തിൽ നമുക്ക് അറിഞ്ഞിടാം. പല കാലഘട്ടത്തില് പല ആവശ്യങ്ങൾക്ക് പല റൂട്ടുകൾ വഴി വരുന്നു. കാരണം പാലായിലെ ചെടികൾ പറയുന്ന അവര് കപ്പലിൽ വന്നു പറയുന്നത്. നമ്മൾ പറഞ്ഞ പോലെയല്ല, ഈ ഭാഗത്തൊന്നും വന്നല്ല. നാച്ചിനാട് വെള്ളാളരെ മറ്റേ ആലുവ വഴി വഴി വന്നവര്. നമ്മളിവിടെ തന്നെ 2 വ്യക്തി വന്നവരുണ്ട്. കമ്പത്തേരി വഴി വന്നവരുണ്ട്, ചെങ്കോട്ട വഴി വന്നവരുണ്ട്. പാലക്കാട് മറ്റേ മേനന്മാരൊക്കെ പാലക്കാട് ചുരം വഴി വന്നതാണ്. കാലിക്കട്ടിലുള്ള ഒരു കാര്യം അങ്ങനെ പല റൂട്ട് വഴി പല കാലങ്ങളിൽ ഒരേ കാലങ്ങളിൽ. ചിലപ്പോൾ കൃഷിക്ക് വേണ്ടിയായിരിക്കും, ചിലപ്പോൾ നമ്മളാണ് ആദ്യം കാടുകളെ വളർത്താൻ തുടങ്ങിയത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആദ്യത്തെ പടകളാണ് ഞാൻ എല്ലാവരും ചോദിക്കാനുള്ളതാണ്. നമ്മുടെ ചെറുക്കടവ് പൂർണ്ണ സാക്ഷരത നേടിയെന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരും ഞാൻ ആദ്യം ചോദിക്കുന്ന ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ ആദ്യത്തെ പടം രാജ്യം അറിയാമോ? ഇന്ത്യൻ ഭരണഘടനയുടെ ആദ്യത്തെ പടം ഒരു വെള്ളാളനെ സംബന്ധിച്ചതാണ്. ഇതൊക്കെയാണ് നമുക്ക് അറിഞ്ഞുകൂടാത്ത ചരിത്രം. അത് പൂഞ്ഞിക്കാള എന്ന് പറയും. പൂഞ്ഞിക്കാള അല്ലെങ്കിൽ സെബുക്കാള, SEBU സെബുക്കാള. പൂഞ്ഞി നമ്മുടെ ജല്ലിക്കെട്ടിന് ഉപയോഗിക്കും. അത് ആ കാളകളെ ആദ്യമായിട്ട് ഇണക്കിയത് നമ്മുടെ വെള്ളാളരാണ്. എന്തിനു വേണ്ടിയാണ്? ഒന്ന് കൃഷി ചെയ്യണം, പിന്നീട് വണ്ടി ഓടിക്കണം. ഹാരപ്പയിലൊക്കെ കാളവണ്ടി ഉണ്ടായിരുന്നു, അതിൻ്റെയൊക്കെ പടങ്ങൾ കിട്ടും. അപ്പോൾ ഒന്ന് ഇതിനു വേണ്ടി. രണ്ടാമത് പശുക്കളുണ്ടാകുന്നു. പശുക്കളുണ്ടാകാൻ കാളയില്ലാവത്തില്ല. അപ്പോൾ പാല് കുടിക്കാനും കൃഷി ചെയ്യാനും വണ്ടി ഓടിക്കാനും ഇതിനൊക്കെ നമ്മുടെ മനുഷ്യൻ കാളകളെ ഇണക്കി തുടങ്ങിയത് വെള്ളാളരാണ്. അതുകൊണ്ടാണ് നമ്മുടെ അജപാലകർ അല്ലെങ്കിൽ ഗോപാലകർ എന്ന് പറയും, അല്ലെങ്കിൽ യാദവർ എന്ന് പറയുന്ന വിഭാഗം നമ്മളിലാണ്. അപ്പൊ ആദ്യകാലത്ത് ഇതാ ഞാൻ മേക്കെന്ന് പറയുന്നത്. ഈ ഹാരപ്പയിൽ ഒരുപാട് സിറ്റികളുണ്ട്. വലിയ 8-10 സിറ്റികളും 100 കണക്കിന് ചെറിയ സിറ്റികളുമുണ്ട്. ആ സിറ്റികളിലെല്ലാം പ്രത്യേകത അവിടെ പടിഞ്ഞാറ് ഭാഗം ഉയർന്നിരിക്കും. അതിനാണ് ഈ പടം. ഇതെല്ലാവരും മനസ്സിലാക്കണം. ഇതിനെ സിറ്റാഡൽ എന്ന് പറയും. സിറ്റാഡൽ അല്ലെങ്കിൽ കോട്ട. എല്ലാ നഗരങ്ങളിലും പടിഞ്ഞാറ് ഭാഗം അവിടെ ഉയർന്നിരിക്കും. എല്ലാ കാര്യങ്ങളും അങ്ങനെ. അതിനാണ് മേക്കെന്ന് പറഞ്ഞിരുന്നത്. മുകളിലുള്ള സ്ഥലം, മുകളിലുള്ള ഉയർന്ന സ്ഥലം. അത് അക്കാലത്തെ അവിടെ പടിഞ്ഞാറാണ്. അപ്പൊ അവിടെ നിന്നാണ് നമ്മൾ തമിഴ്നാട്ടിലേക്കും അവിടുന്ന് കേരളത്തിലേക്കും
ഇന്നത്തേക്കും ഒക്കെ മേക്ക് വന്നത് അങ്ങ് ഹാരപ്പയിൽ നിന്നാണ്. അതാണ് അതിന്റെ പ്രത്യേകത. അതുകൊണ്ട് ഈ പടം എപ്പോഴും മനസ്സിൽ ഓർക്കണം. ഇതാണ് മേക്ക്. അവിടെ 6-7 വൻ നഗരങ്ങളും 100 കണക്കിന് ചെറു നഗരങ്ങളുള്ള എല്ലായിടത്തും ഇങ്ങനെയാണ്. ഇപ്പൊ ഈ ഭാഗത്തെ അധികാരി വർഗം അല്ലെങ്കിൽ പൂജാരികൾ താമസിക്കും. അതുപോലെ അവിടെ നമ്മുടെ ധാന്യപ്പുരകള്, അതുപോലുള്ള പൊതു ആവശ്യങ്ങൾക്കുള്ള വസ്തു ഇതെല്ലാം ഈ മേളിലായിരിക്കും സിറ്റാണ്. സാധാരണ ജനം താഴെ താമസിക്കും. അതുകൊണ്ടാണ് ഈ പടം എപ്പോഴും മനസ്സിലാവും. അടുത്ത സ്ലൈഡ് അടുത്ത സ്ലൈഡ്. അപ്പൊ അങ്ങനെ മേക്ക് വടക്കേ ഇന്ത്യയിൽ നിന്ന് വന്നതാണ്. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ് ഈ പദം. അപ്പൊ നമ്മൾ അവിടെ നിന്ന് വരാതിരിക്കാൻ മാർഗമില്ല. അടുത്ത മാസം മുമ്പ് ഇടുക്കി ജില്ലയിലെ ഒരു കർഷകന്റെ പറമ്പിൽ JCB നടത്തുമ്പോൾ ഒരുപാട് ആഭരണങ്ങൾ വേണ്ടി അത് പോലീസിനെ അറിയിച്ച് പുരാവസ്തു ഗവേഷണത്തിൽ കൊണ്ടുപോയി അത് ഹാരപ്പൻ ഉപയോഗിച്ചിരുന്ന ആഭരണങ്ങളാണ് പുരാവസ്തു ഗവേഷണം പറഞ്ഞിട്ടുള്ളത്. സാറ് പറഞ്ഞൊരു തെളിവാണ്. ആണോ? അതൊക്കെ ഒന്നും കാണത്തില്ല. ഒന്നുകൂടെ നിർത്തേക്കണം. വലിയ ഞാനൊന്ന്